blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. പലർ ചേർന്നാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അവരെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. കർത്താവ് കോട്ടയത്തു നിന്നുള്ള മിസ്സസ് ജോർജിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. മകൻ രക്ഷിക്കപ്പെടുവാനും നല്ല ഒരു രക്ഷിക്കപ്പെട്ട ഒരു പൈതലിനെ ജീവിത പങ്കാളിയായി ലഭിക്കുവാനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൈദരാബാദിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. മുഴു കുടുംബത്തെയും കർത്താവെ ആരോഗ്യത്തിൽ അനുഗ്രഹിക്കണമേ, സകല അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുംബൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവ് മദ്യപാനത്തിൽ നിന്നും പുകവലിയിൽ നിന്നും പൂർണ്ണമായും സ്വതന്ത്രമാകാനും ഒരു നല്ല ഭവനം ഒരുക്കപ്പെടുവാനുമായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള വി.ഒ. തോമസിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുടുംബത്തിന് മകന് നല്ലൊരു ജോലി ലഭിക്കുവാനും മുഴു കുടുംബവും അനുഗ്രഹിക്കപ്പെടുവാനും ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. നൂറനാട് നിന്നുള്ള പ്രദീപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യപാനം പൂർണ്ണമായും തന്നിൽ നിന്ന് മാറിപ്പോകട്ടെ, പുകവലി പൂർണ്ണമായും തന്നെ വിട്ടുമാറട്ടെ. തൻ്റെ പ്രോപ്പർട്ടിയുടെ സെയിലിന് വേണ്ടിയും ഈ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പൂനെയിൽ നിന്നുള്ള വെൽവിഷർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ സകല രോഗങ്ങളും അങ്ങ് സൗഖ്യമാക്കണമേ, തനിക്ക് ഒരു നല്ല ഭവനം അങ്ങ് ഒരുക്കി കൊടുക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അടൂരിൽ നിന്നുള്ള അലൻ ടി ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് മാത്രമല്ല ഹയർ സ്റ്റഡീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു ഭാവി കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് ഉണ്ടാകാനായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഹരിപ്പാട് എന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കടബാധ്യതകളും മാറിപ്പോകട്ടെ. നല്ല ഒരു ജോലി കർത്താവെ മകന് ലഭിക്കേണ്ടതിന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡ്സ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഓരോരുത്തരെയും ഓരോ കുടുംബത്തെയും അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Thank you so much all sponsors for sponsoring today's episode. ഈ സഹോദരൻ്റെ പേര് ചന്ദ്രൻ എന്നാണ്. താൻ ചേർത്തലയിൽ നിന്നും ഈ സാക്ഷ്യം പറയുവാനായി താൻ ഇവിടെ വന്നിരിക്കുകയാണ്. തനിക്ക് 2-3 മാസങ്ങൾക്ക് മുൻപ് തനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു. കുറേ നാളുകളായിട്ട് അതിന് മുൻപ് തന്നെ മിക്ക ദിവസങ്ങളും ഉറക്കം ശരിയാകാറില്ല. ചില മണിക്കൂറുകൾ മാത്രം ഉറങ്ങും, അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഉറങ്ങാൻ സാധിക്കില്ല. എന്നാൽ ഇത് രൂക്ഷമായപ്പോഴേക്കും താൻ ഇംഗ്ലീഷ് മെഡിസിനുകൾ താൻ ഫിസിഷ്യനെ ചെന്ന് കണ്ടു. അദ്ദേഹം ചില കാൽസ്യം അങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും ഡെഫിഷ്യൻസി ആണെന്ന് പറഞ്ഞിട്ട് അതിനുള്ള മരുന്നും ഉറങ്ങുവാൻ സ്ലീപ്പിംഗ് പിൽസും അത്യാവശ്യം കൊടുത്തു. താൻ പറയുന്നത് ആ സ്ലീപ്പിംഗ് പില്ല് കഴിക്കുന്ന ആ ദിവസം അല്പസമയം താൻ ഉറങ്ങും, അത് കഴിക്കാത്ത ദിവസം അതിനേക്കാളും വേഴ്സ് ആകുമായിരുന്നു. ഒട്ടും ഉറങ്ങാൻ പറ്റാതെ രാത്രി മുഴുവൻ എഴുന്നേറ്റിരിക്കുന്ന അവസ്ഥകളായിരുന്നു ഇദ്ദേഹത്തിന്. കാരണം തനിക്ക് രാവിലെ ജോലിക്ക് പോകണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. തൻ്റെ ജീവിതം മുഴുവൻ അപ്സെറ്റായി, താൻ ആകെ അസ്വസ്ഥനായി. ഉറക്കം ലഭിക്കാതെ 2 ദിവസം നിൽക്കുമ്പോൾ തന്നെ നമ്മളുടെ അവസ്ഥ നമുക്കറിയാം. പക്ഷെ ഉറങ്ങുവാനും കഴിയാത്ത അവസ്ഥയായിരുന്നു. പിന്നെ പലരും സജസ്റ്റ് ചെയ്തതനുസരിച്ച് ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ അവർ 3 സ്റ്റേജിലുള്ള ഇതായിരുന്നു. അങ്ങനെ 3 സ്റ്റേജിലും അവർ ചെയ്തിട്ടും ഇദ്ദേഹത്തിന് ഉറക്കം ലഭിച്ചില്ല. പക്ഷെ അതിൻ്റെ കൂടെ ഇവർ രാത്രി
ഉറങ്ങാൻ നേരത്ത് രാത്രി ഉറങ്ങുന്ന സമയത്ത് പാലിൽ കലക്കുവാൻ വേണ്ടി 2 ഗുളിക കൊടുക്കും. ആയുർവേദത്തിന്റെ ഗുളിക, അവരുടെ രീതിയിലുള്ള സ്ലീപ്പിംഗ് പിൽസ്. പക്ഷേ പക്ഷേ അത് താൻ പറയുന്നു പഴയ പോലെ തന്നെ അത് കഴിക്കുമ്പോൾ താൻ അല്പസമയം കിടന്നുറങ്ങും, പക്ഷേ കഴിക്കാതിരിക്കുമ്പോൾ അത് വ്യത്യാസപ്പെടുന്നു. പക്ഷേ ഇതിൽ നിന്നൊരു മോചനം വേണമെന്ന് തന്നെ ഒത്തിരി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് മാർച്ച് 26-ാം തീയതി 4 മാസങ്ങളോളം ഇതിനെടുത്തു. 26-ാം തീയതി താൻ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന സമയത്ത് ബ്രദർ ഇപ്രകാരം പറഞ്ഞു: ഉറക്കം സംബന്ധിച്ച് പ്രശ്നങ്ങളുള്ളവർ, നന്നായി ഉറങ്ങുവാൻ കഴിയാത്തവർ കർത്താവ് ഇന്ന് വിടുവിക്കുകയാണ്. ഇന്നലെ ആ വ്യക്തി ഒട്ടും ഉറങ്ങിയിട്ടില്ല, ഒട്ടും ഉറങ്ങാൻ കഴിയാതെ, ഇന്നലെ രാത്രി പോലും നിങ്ങൾ ഉറങ്ങിയിട്ടില്ല, അതുപോലെ ഉറങ്ങാൻ കഴിയാത്ത ചില വ്യക്തികൾ, ശരീരത്തിലെ ചില പ്രയാസങ്ങളുണ്ട്, മനസ്സിലെ പ്രയാസങ്ങളുണ്ട്. അങ്ങനെയുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് വിടുതൽ നൽകി ഇന്നു മുതൽ നന്നായി ഉറങ്ങാൻ കർത്താവ് കൃപ തരും. താൻ പറയുന്നു അന്ന് മുതൽ, താൻ അന്ന് മരുന്ന് കഴിച്ചില്ല, എല്ലാ മരുന്നും അന്ന് നിർത്തി. അന്ന് മുതൽ ഈ ബ്രദർ ഉറങ്ങാൻ തുടങ്ങി, നല്ലപോലെ ഉറങ്ങാൻ തുടങ്ങി. താൻ പറയുന്നു ഇപ്പോൾ എല്ലാ ദിവസവും കൂർക്കം വലിച്ചുറങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനന്ന് പ്രാർത്ഥിച്ചു. സിസ്റ്ററെ, ഇന്ന് തുടങ്ങി ഒരു കൊച്ചു കുഞ്ഞ് തൊട്ടിൽ ഉറങ്ങുന്നത് പോലെ ഉറങ്ങാം. 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് ഞാൻ ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്കാണ് എഴുന്നേറ്റത്. ബൈബിൾ പറയുന്നു, ദൈവം ഉറക്കം നൽകുന്നവൻ. കൈകൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഉറക്കമില്ലാതെ പ്രയാസപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ഈ ആരാധനയിൽ അവർ പങ്കെടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ സാക്ഷ്യം അവർ കേൾക്കുന്നെങ്കിൽ, എന്നോട് ചേർന്ന് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഉറക്കം നഷ്ടപ്പെട്ടാൽ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ പലർക്കും മാനസിക നില തെറ്റും, ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. കൈകൾ ഉയർത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ സഹോദരന് വേണ്ടി, ചന്ദ്രന് വേണ്ടി ചെയ്തത് മറ്റുള്ളവർക്ക് വേണ്ടിയും കർത്താവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ ആ അത്ഭുതം കൂട്ടമായി അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. തിരുനാമത്തിൽ കർത്താവ് അതിനായി അനുഗ്രഹിക്കുന്നു. രോഗങ്ങളും ഇതോടൊപ്പം സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. എന്ന് മാത്രമല്ല, പല നാളുകൾ, ആഴ്ചകൾ, മാസങ്ങൾ ഉറങ്ങാതിരുന്ന് ശരീരത്തിൽ അതിൻ്റെ ആഘാതം ഏറ്റിട്ടുണ്ടെങ്കിൽ അതുകൂടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ സഹോദരനെ അനുഗ്രഹിക്കുന്നു. യേശുവിനോടുള്ള നന്ദി നിമിത്തം ഇവിടെ ചേർത്തലയിൽ നിന്ന് വന്നല്ലോ, തനിക്കൊരു വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. അദ്ദേഹം യേശുവിന് വേണ്ടി അവസാനം വരെയും ജീവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. Luke chapter 4 verse number 1 onwards. This is about the temptation of Jesus. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വചനങ്ങളിൽ അത് യേശുവിന്റെ പരീക്ഷകളെ കുറിച്ചാണ് നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കുന്നത്. How did Jesus overcome temptation? എങ്ങനെയാണ് യേശു ഇത്തരം പരീക്ഷകളെ അതിജീവിച്ചത്? Jesus, full of the Holy Spirit, left Jordan and was led by the Spirit into the wilderness. 4-ാമത്തെ വചനം, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അദ്ദേഹത്തെ മരുഭൂമിയിലേക്ക് നയിച്ചു. Where for 40 days he was tempted by the devil. അവിടെ അദ്ദേഹം 40 ദിവസത്തേക്ക് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. He ate nothing during those days and at the end of them he was hungry. ആ ദിവസങ്ങളിൽ അദ്ദേഹം ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിശന്നു. Verse number 3. The devil said to him, if you are the son of God, tell this stone to become bread. 3-ാമത്തെ വചനം, അപ്പോൾ പിശാച് അദ്ദേഹത്തോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. Underline, if you are the son of God. അത് അടിവരയിടുക. നീ ദൈവപുത്രനെങ്കിൽ എന്ന് പറയുന്ന ഭാഗം അടിവരയിടുക. The devil did not come and say, Jesus, listen to me. No, that was not a salutation. The devil was saying, if you are the son of God. സാത്താൻ ഒരിക്കലും വന്നിട്ട് യേശുവെ എന്നൊന്നും പറഞ്ഞ് അഭിസംബോധന ചെയ്യുകയല്ല, മറിച്ച് ഒരു ചോദ്യം അങ്ങ് ചോദിക്കുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ.
In the previous chapter, we read about the baptism of Jesus. അതിന് തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ സ്നാനത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. When Jesus got baptized, യേശു കർത്താവ് സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ he heard a voice from the Father. പിതാവിൽ നിന്ന് അവൻ ഒരു ശബ്ദം അന്ന് കേട്ടിരുന്നു. What was the voice? എന്തായിരുന്നു ആ ശബ്ദം? This is my son. ഇത് എന്റെ മകൻ. Is that right? അങ്ങനെയായിരുന്നു? ഇതെന്റെ മകൻ എന്നായിരുന്നു? No, this is my beloved son. ഇവൻ എന്റെ പ്രിയപുത്രൻ. The devil deliberately omitted one word. ഇവിടെ സാത്താൻ മനഃപൂർവ്വമായി ഒരു വാക്ക് അവിടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, അല്ലെ വിട്ടുകളഞ്ഞിരിക്കുന്നു. What was the word? എന്തായിരുന്നു ആ വാക്ക്? Beloved. പ്രിയപ്പെട്ട എന്ന് പറയുന്ന വാക്ക്. Hallelujah. ഹല്ലേലൂയ. This is the secret. If you know that you are the beloved son, you are the beloved daughter of God, you will overcome all temptations in your life. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷകളെ തരണം ചെയ്യാനുള്ള ഒരു സൂത്രമുണ്ട്, അല്ലെങ്കിൽ ഒരു രഹസ്യമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനാണെന്നുള്ള വസ്തുത നിങ്ങൾക്കറിയാമെങ്കിൽ ഏതൊരു പരീക്ഷണത്തെയും സാത്താനെയും നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. So that's why the devil was saying, if you are the son of God. അതുകൊണ്ടാണ് സാത്താൻ പറഞ്ഞപ്പോ ഒരു വാക്കങ്ങ് വിട്ടിട്ട് പറഞ്ഞ, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ. You may think that I am a son of God, I am a child of God, but when you know that you are a beloved child of God, no devil can overpower you. നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു ദൈവ പൈതലാണ്, ദൈവമകനാണ്, ദൈവപുത്രനാണ് എന്നൊക്കെ. പക്ഷേ അതൊന്നും പോരെന്നേ. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവുണ്ടായാൽ ജീവിതത്തിൽ വ്യത്യാസം വരാൻ തുടങ്ങാം. Hallelujah. Hallelujah. So the devil was saying, if you are the son of God, tell this stone to become bread. അപ്പോൾ പിശാചി വന്നിട്ട് ചോദിക്കുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കുക. Now, how did Jesus chase the devil away? ഇവിടെ ഈ സാത്താനെ എങ്ങനെയാണ് യേശു കർത്താവ് ഓടിച്ചു കളഞ്ഞത്? Did he take a huge stick and chase him away? ഓർക്കുക, താഴെ കിടന്നിട്ടുള്ള ഒരു വലിയ വടിയെടുത്ത് തല്ലി ഓടിക്കുകയാണോ സാത്താനെ ചെയ്തത്? Or did he take a huge stone and throw it at him? താഴെ കിടന്നിരുന്ന ഒരു വലിയ കല്ലെടുത്ത് എറിഞ്ഞാണോ സാത്താനെ യേശു കർത്താവ് ഓടിച്ചത്? Or did he take a broom and chase him away? അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഒരു ചൂൽ എടുത്തുകൊണ്ട് വന്നിട്ട് അടിച്ചോടിക്കുകയാണോ ചെയ്തത്? No. ആണോ? How do you overcome temptations in life? നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പരീക്ഷകളെ എങ്ങനെ നിങ്ങൾക്ക് തരണം ചെയ്യാനായി സാധിക്കും? Verse number 4. Jesus answered. This is very simple. Jesus answered, it is written, man shall not live on bread alone. നാലാമത്തെ വചനത്തിൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന് യേശു, ചേർന്ന് വായിക്കാമോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. Can we shout hallelujah? കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ. That means he used the word of God. അതിന്റെ അർത്ഥം പരീക്ഷണത്തിന്റെ മുൻപിൽ യേശു ദൈവത്തിന്റെ വചനത്തെ ഉപയോഗിച്ചു. Hallelujah. ഹല്ലേലൂയ. It is very simple. ഇത് വളരെ ലളിതമായ കാര്യമാണ്. So many people face failures when they are tempted. ഓർക്കുക, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒത്തിരി ആളുകളും പരാജയം സമ്മതിക്കുകയാണ്. Why? Because there is no word in their heart. എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഹൃദയത്തിനകത്ത് ദൈവവചനം ഇല്ലാത്തതുകൊണ്ട്. But if you are in the habit of meditating the word of God day and night, എന്നാൽ രാവും പകലും ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്ന ഒരു സ്വഭാവം രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ, if you are in the habit of learning new verses from the Bible, ദൈവത്തിന്റെ വചനത്തിലെ പുതിയ പുതിയ വചന ഭാഗങ്ങൾ കാണാതെ പഠിക്കുന്ന ശീലം നിങ്ങൾ if you are in the ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ, habit of storing the word of God in your heart, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പഠിച്ച വചനങ്ങളെ സംഗ്രഹിക്കുന്ന ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, at the right time the right word will come from the Spirit and chase away the devil. ഓർക്കുക, പ്രശ്നങ്ങൾ വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ അതതിന്റെ സമയത്ത് വേണ്ട വചനങ്ങൾ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരികയും അത് പറയുകയും ചെയ്യുമ്പോൾ പരീക്ഷകൻ നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോകും. I want to make a special announcement. ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലുമായി നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലും വളരെ സ്പെഷ്യൽ ആയ ഒരു ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ നടക്കുകയാണ്. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുവാൻ വേണ്ടിയാണ് ഈ മെസ്സേജിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത്. ഈ
2 ആഴ്ചകളിലായി 2-3 ദിവസങ്ങളിലായി എല്ലായിടങ്ങളിലും മേഖലകളായി പല സ്ഥലങ്ങളിൽ ചില ബ്ലെസ്സിങ് സെൻറ്ററുകൾ അടുത്തടുത്തുള്ളത് ഒരുമിച്ച് വരും, അകലെയുള്ളത് അവർ തന്നെയായിട്ടായാലും ദൈവസന്നിധിയിൽ ഇരിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. എല്ലാറ്റിലും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധ്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയിൽ ഒത്തിരി അഭിഷിക്തന്മാരെ കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ദൈവദാസന്മാരെയും ദാസിമാരെയും ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് അഭിഷേകത്തോടെ നിറച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ടീമായി അവർ പല സ്ഥലങ്ങളിൽ വന്ന് ഈ ഉപവാസ പ്രാർത്ഥനകൾ ലീഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഉപവസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വന്ന് ഈ മീറ്റിങ്ങുകളിൽ തീർച്ചയായും വന്ന് അനുഗ്രഹം പ്രാപിക്കാം. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ദിസ് ഈസ് ഡൺ ബിക്കോസ് ഓഫ് എ വെരി 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 സ്പെഷ്യൽ ഗൈഡൻസ് ഫ്രം ഗോഡ്. എൻ്റെ അകത്ത് ചില നാളുകൾക്ക് മുമ്പ് കർത്താവ് വളരെ ശക്തമായി അങ്ങനെ ഒന്ന് സംസാരിച്ചു, ഇതുപോലെ ചെയ്യണം. And I know one thing, great breakthroughs are on the way. You can be a part of it. തീർച്ചയായും വരണം. ആര് ശുശ്രൂഷിക്കുന്നു അതൊന്നുമല്ല കാര്യം. ആർ യു കണക്റ്റഡ് ടു ഗോഡ് എന്നുള്ളതാണ് വിഷയം. ഈ ചെറിയവരിൽ ഒരുത്തനെ സ്വീകരിക്കുന്നവർക്ക് അതിൻ്റെ പ്രതിഫലമുണ്ടാകും. അതുകൊണ്ട് തീർച്ചയായും വന്ന് അനുഗ്രഹിക്കപ്പെടണം. We will be praying for you. Verse number 5, the devil led him up to a high place and showed him in an instant all the kingdoms of the world. And he said to him, I will give you all their authority and splendor. It has been given to me, and I can give it to anyone I want to. If you worship me, it will be yours. അഞ്ചാമത്തെ വചനം, പിന്നെ പിശാച് അദ്ദേഹത്തെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അവൻ അദ്ദേഹത്തോട്, ഇവയുടെ എല്ലാം സകല അധികാരവും മഹത്വവും ഞാൻ നിനക്ക് തരാം. അത് എന്റെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവന് ഞാൻ അത് കൊടുക്കുന്നു. ആകയാൽ നീ എന്നെ ആരാധിക്കുമെങ്കിൽ അത് നിനക്കുള്ളതായി തീരും എന്ന് പറഞ്ഞു. The same temptation we face. ഓർക്കുക, ഇതേ പരീക്ഷണങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി How did വരുന്നത്. Jesus overcome the temptation? ഇത്തരം പരീക്ഷണങ്ങളെ എങ്ങനെയാണ് യേശു കർത്താവ് അതിജീവിച്ചത്? With the word of God. ദൈവത്തിന്റെ വചനത്താൽ. Verse number 8, Jesus answered, it is written, worship the Lord your God and serve him only. എട്ടാമത്തെ വചനം, അതിന് യേശു ചേർന്ന് വായിച്ചാലും, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ച് അവിടത്തെ മാത്രമേ സേവിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു ഉത്തരം പറഞ്ഞു. He used the word of God to chase away the devil. നോക്കുക, രണ്ടാമതും യേശു കർത്താവ് സാത്താനെ ഓടിക്കുവാൻ ദൈവത്തിന്റെ വചനമാണ് കയ്യിലെടുത്തത്. Hallelujah. Hallelujah. And the third incident, verse number 9, മൂന്നാമത്തെ സംഭവം അവിടെ 9ാമത്തെ വചനത്തിലാണ്. the devil led him to Jerusalem and had him stand on the highest point of the temple. പിന്നെ പിശാച് അദ്ദേഹത്തെ യെരൂശലേമിലേക്ക് നയിക്കുകയും ദൈവാലയ ഗോപുരത്തിന്റെ മുകളിൽ നിർത്തുകയും ചെയ്തു. This highest point of the temple is around 700 feet above the valley. ഓർക്കുക, ദൈവാലയ ഗോപുരത്തിന്റെ അഗ്രം എന്നുള്ളത് താഴെ നിന്ന് 700 അടി ഉയരത്തിലാണുള്ളത്. So Jesus was there. യേശു കർത്താവ് ഇപ്പോൾ 700 അടി ഉയരത്തിലാണെന്ന് ഓർക്കണം. And the devil said, if you are the son of God, he said, throw yourself down from here. സാത്താൻ പറയാണ്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. Then the devil is speaking the word. He said, it is written, he will command his angels concerning you and to guard you carefully. ഇവിടെ ഇപ്പോ സാത്താൻ ഇപ്പോ ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ തുടങ്ങി. 10ാമത്തെ വചനത്തിൽ, നിന്നെ കാത്തു സംരക്ഷിക്കാൻ അവിടുന്ന് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. They will lift you up in their hands so that you will not strike your foot against a stone. അതുമാത്രമല്ല, നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. Then Jesus answered, it is said,
do not put the Lord your God to the test. 12ാമത്തെ വചനത്തിലേക്ക് വന്നപ്പോൾ യേശു അതിന് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് മറുപടി പറഞ്ഞു. 3 incidents Jesus used the word of God to overcome the devil. നോക്കുക, ഈ 3 സന്ദർഭങ്ങളിലും സാത്താനെ ജയിക്കുവാൻ വേണ്ടി യേശു ഉപയോഗിച്ച ഒരേ ഒരു ആയുധം എന്നുള്ളത് ദൈവത്തിന്റെ വചനം മാത്രമായിരുന്നു. Then verse number 13 says, when the devil had finished all this tempting, he left him until an opportune time. 13ാമത്തെ വചനം, ഈ പരീക്ഷകളെല്ലാം തികച്ച ശേഷം പിശാച് തക്ക ഒരവസരം ലഭിക്കുന്നത് വരേക്കും അദ്ദേഹത്തെ വിട്ടുപോയി. Hallelujah. ഹല്ലേലൂയ. The question is this: who is the strongest person in the world? നോക്കുക, ഈ ചോദ്യം ഇതാണ്, ഈ ലോകത്തിലെ ഏറ്റവും ശക്തിമാനായ വ്യക്തി ആരാണ്? The answer, the person who has the largest quantity of the word of God in his heart is the strongest person in the world. അതിന്റെ ഉത്തരം ഇതാണ്, എത്രയധികം ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് സംഭരിച്ച് വെക്കാൻ ഒരു വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ടോ, ആ വ്യക്തി ആയിരിക്കും ലോകത്തിലെ എല്ലാ കാര്യത്തിലും ഏറ്റവും ശക്തിമാനായ വ്യക്തി. Jesus had the word of God in his heart. ഓർക്കുക, യേശുവിന്റെ ഹൃദയത്തിനകത്ത് താൻ വചനത്തെ സംഗ്രഹിച്ചിരുന്നു. So he could overpower the devil very easily. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ സാത്താന്റെ ശക്തിയെ ക്ഷയിപ്പിക്കുവാൻ തനിക്ക് സാധിച്ചു. Hallelujah. Hallelujah. ഈ പ്രാർത്ഥനാ സമയത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉള്ളിൽ വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ രോഗികൾക്ക് വേണ്ടിയും മാനസിക തകർച്ച അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നവർക്ക് വേണ്ടിയും ഒറ്റപ്പെടലിൻ്റെ അനുഭവമുള്ളവർക്ക് വേണ്ടിയും അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് അത്ഭുതകരമായി ഇപ്പോൾ അവരിൽ പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. വിവിധ രീതിയിലുള്ള മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. നട്ടലിൻ്റെ തകരാറ് സംഭവിച്ച് കിടപ്പിലായിരിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ച് എഴുന്നേൽക്കട്ടെ. എല്ലാ ദിവസവും ഒരു രോഗത്തിന് ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ദിവസവും ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതകരമായ ഒരു സൗഖ്യം ആ വ്യക്തി കർത്താവ് നൽകുന്നു. മഞ്ഞപ്പിത്തം ബാധിച്ചു മാസങ്ങളായിട്ടും വിട്ടുമാറാത്ത ഒരു വ്യക്തി ഇപ്പോൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. സന്ധിവാദം ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ കാലിൽ ഒരു കാലിൻ്റെ ആ ഹീലിൻ്റെ മുകളിലും ആ പാദത്തിലുമായിട്ട് എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടി പഴുപ്പും വെള്ളവും വരുന്നൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യം ഒത്തിരി നാളായിട്ട് അത് അനുഭവിക്കുന്നുണ്ട്. കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് ഇൻ ജീസസ് നെയിം. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. എല്ലാവിധ ത്വക്ക് രോഗങ്ങളും മാറിപ്പോകട്ടെ. സൊറായസിസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി കുഞ്ഞുങ്ങളെ കൊടുക്കണമേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ഇപ്പോഴും സംഭവിക്കുന്നല്ലോ. കർത്താവ് അത്ഭുതകരമായി തന്നെ വലിയ വിടുതലുകൾ അങ്ങ് കർത്താവെ കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻ ജീസസ് നെയിം. ഇൻ ജീസസ് നെയിം. ചതിയിൽപ്പെട്ട് സ്വത്തുക്കളും പണവും നഷ്ടപ്പെട്ട ഒരു കുടുംബം നിങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. അത്ഭുതകരമായ ചില വഴികൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ സർട്ടിഫിക്കറ്റുകൾ നഷ്ടമായ ഒരു വ്യക്തി വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അത് എത്രയും വേഗം ലഭിക്കട്ടെ. താങ്ക് യു ഫാദർ. കുഞ്ഞുങ്ങളില്ലാത്തവരെ അങ്ങ് തൊട്ടനുഗ്രഹിച്ച് പൈതങ്ങളെ കൊടുക്കണമേ. അങ്ങയുടെ നാമത്തിൽ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ, വിടുതലുകൾ ഇപ്പോൾ കർത്താവ് വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും അങ്ങ് പകരുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് ടൊറൻറ്റോയിലാണ്. മറ്റന്നാൾ ന്യൂയോർക്കിൽ നടക്കുന്നു. ഞായറാഴ്ച ആൻ ഈവനിങ് വിത്ത് ജീസസ് എന്ന സ്പെഷ്യൽ മീറ്റിംഗ് ഫിലഡൽഫിയയിൽ നടക്കുന്നു. വന്നു ചേരാവുന്ന എല്ലാവരെയും നിങ്ങളുടെ അടുക്കൽ വന്ന്
ഞാൻ ക്ഷണിക്കുന്നു. പ്ലീസ് ഡു കം. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്താണ് എന്ന് കേൾക്കുവാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. അതുപോലെ അനന്ത സ്നേഹത്തിൻ്റെ കഥ എന്ന ഈ കൊച്ചു പുസ്തകം യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, ദൈവസ്നേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗജന്യമായി അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് ഇത് ആവശ്യമെങ്കിൽ നിങ്ങളുടെ മേൽവിലാസം വിളിച്ച് അറിയിക്കുകയോ അല്ലെങ്കിൽ ഇമെയിലിലൂടെയോ ഒരു കത്ത് മുഖേനയോ അറിയിക്കുകയോ ചെയ്താൽ ഇത് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. അതുപോലെ സെലിബ്രേറ്റ് ജീസസ് എന്ന ലൈവ് വർഷിപ്പ് CD ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഫോണിൽ വിളിച്ച് ആവശ്യപ്പെടാം. ബ്ലെസ്സിങ് ടുഡേ ആരാധനാ ഗീതങ്ങൾ, 1000-ലധികം ആരാധന ഗീതങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. പല ഭാഷകളിലുള്ളതുണ്ട്. ലഭിച്ചിട്ടില്ലാത്തവർക്ക് തപാൽ മാർഗം ആവശ്യപ്പെടാം. മീറ്റിങ്ങുകൾ വരുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. ഈ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് തന്നെ അതിനെക്കുറിച്ച് പറയുക. തിങ്കൾ മുതൽ വെള്ളി വരെ ഇതേ ചാനലിൽ ഇതേ സമയത്ത് നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ്. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും ബ്ലെസ്സിങ് ടുഡേയിലൂടെ കാണാം. God bless you. Bye-bye. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വചനം എങ്ങനെയാണ് അയച്ച കാര്യം സാധിപ്പിക്കുന്നത്? ദിസ് ഈസ് എ വെരി റിയലി ഇൻട്രസ്റ്റിംഗ് സ്റ്റഡി ഓഫ് ദ വേർഡ്. ബൈബിൾ ആനിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ദാനിയേൽ 8-ാം അധ്യായത്തിൽ വിശുദ്ധനോട് വിശുദ്ധൻ സംസാരിക്കുന്ന കേട്ട പ്രവാചകനാര്? Who heard speaking by the Holy One to another Holy One? Options: A. Abraham, B. Daniel, C. Patros, D. Yohanan. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.